ഇപ്പം ഒരു മതത്തിൽപ്പെട്ടതല്ലാത്തതും അല്ലെങ്കിൽ ഞാൻ പറയും ഹിന്ദു അല്ലാതെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്സ് ഈവൻ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഏത് പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ആൾക്കാരും എല്ലാവരും ഒന്ന് ചേർന്ന് ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഞങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യം ഈ പല കാര്യത്തിലും ഈ പൊളിറ്റിക്കലായിട്ടുള്ള അടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീജിയസിൻ്റെ പേരിലാണെങ്കിലുള്ള വഴക്ക് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ആ ഒരു വൺനെസ് പോസിറ്റിവിറ്റി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആൾക്കാരും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. ഭക്തി രസമാണല്ലോ നിങ്ങളുടെ പാട്ടിൻ്റെ ബേസിക് ഒരു സംഭവം. അതിൽ നിങ്ങളെല്ലാവരും ഭക്തരും ആയിരിക്കണം അല്ലേ? അതൊരു ഒരു റിക്വയർമെൻ്റ് ആണ്. ഒരാൾ ഭക്തനായാലേ നിങ്ങളുടെ കൂടെ ചേരാൻ പറ്റുമെന്ന് അങ്ങനെയുണ്ടോ? അത് നിർബന്ധമില്ല, അങ്ങനെയൊന്നുമില്ല. ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്. നമ്മൾ സത്യം പറഞ്ഞ ഒരു മനുഷ്യത്വബോധം, ഒരു ആൾക്കാർ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ആൾക്കാരുടെ അടുത്തേക്ക്. ഒരു ഭക്തി നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഈ ഭക്തി എന്ന് പറയുന്ന കാര്യം. പണ്ട് ഞങ്ങൾ ഹാർമോണിയം വായിച്ചുകൊണ്ടിരുന്ന തോമസ് ആശാൻ KPSCയിൽ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന തോമസ് എന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളി വായിക്കുന്ന ഹാർമോണിയം പീസ് എന്ന് പറഞ്ഞാൽ ഉഗ്രനാണ്. പുള്ളിക്ക് ഇപ്പോൾ പ്രായമായി 65-70 വയസ്സ് മേളിലായി. അപ്പം പക്ഷേ എന്ത് വായനയില്ല ആശം വായിച്ചുകൊണ്ടിരുന്നത്. KPSCയിൽ പണ്ട് ജോൺസൺ മാഷിൻ്റെ കൂട്ടത്തിലൊക്കെ ഉള്ള സമയത്ത് വായിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. അപ്പം പുള്ളിയുടെ ഭക്തി എന്ന് പറയുന്നത് എനിക്ക് പറയാം അയ്യപ്പനെയും കൃഷ്ണനാണോ എന്ന് എനിക്ക് അറിയത്തില്ല പുള്ളിയുടെ ഭക്തി. ചിലപ്പോൾ പുള്ളിയുടെ ഭക്തി യേശു ആയിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ വായിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഹാർമോണിയത്തിൽ അത് ഭക്തിയുണ്ട്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ടീമിൽ പുള്ളിയുടെ പ്രായം അതാണെങ്കിലും നല്ല രീതിയിൽ ജെല്ലാവുമായിരുന്നു. പുള്ളി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളുടെ ഫാക്ടർ. ആറ്റിറ്റ്യൂഡാണ്. അതെ. നിങ്ങൾ ഓൺ സ്റ്റേജ് ഇരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്? ഭയങ്കര ഓൺ സ്റ്റേജ് ഇംപ്രവൈസേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോയാലും മോശമായിട്ട് പോയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ടൈം ടു പ്രാക്ടീസ്. അപ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ട് ഇത് ചില ആൾക്കാർ തെറ്റിപ്പാടുമ്പം യു കവർ അപ്പ് എന്നൊക്കെ. ആ ഒരു ആസ്പെക്റ്റ് ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. ബിക്കോസ് ദാറ്റ് ക്യാൻ സ്പോയിൽ ദ ഹോൾ ഷോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ തെറ്റായതുകൊണ്ട് ഒന്നും ഹോൾ ഷോയിൽ സ്പോയിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എൻ്റെ ഗുരു പണ്ട് പറഞ്ഞു തന്നേക്കുന്നൊരു കാര്യം ഓർക്കുന്നത്, ഇപ്പം നമ്മളൊരു സംഗതി പാടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം അയാളുടെ കയ്യിൽ നിന്ന് ആ പ്ലാൻ പാടിയത് പോകുമായിരിക്കാം. പക്ഷേ അയാൾ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. അയാൾ എന്താണോ പ്ലാൻ ഉദ്ദേശിച്ചത് അതിനെ നമ്മൾ ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ അവൻ ട്രൈ ചെയ്ത് ഇതാണ് എന്നുള്ള കാര്യം. പക്ഷെ അത് എത്തിയില്ല. 2 ദിവസം പ്രാക്ടീസ് കഴിയുമ്പോൾ അത് വന്നോളും എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളുടെ തൊണ്ടയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പാടുന്നുണ്ട്, എല്ലാവരും ഓവർ സ്ട്രെയിൻഡ് ആണ്. അപ്പം ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷേ നമ്മളൊരു പോസിറ്റീവ് ഒരു ഓവറോൾ ഒരു വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ചാനൽ ഷൂട്ടിൽ പറഞ്ഞു, നമ്മൾ വീഡിയോ എടുത്തിരുന്നപ്പോൾ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഇടയിൽ സംഭവിച്ചു. നമ്മൾ പറഞ്ഞു വീൽ ഗോ ഫോർ എ റീടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ ഡയറക്ടർ പറഞ്ഞത് ഈ ഇംപെർഫെക്ഷൻ അതിൻ്റെ ഒരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷോട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. പ്രാക്ടീസ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തത് ആണ് ഇപ്പോൾ കൂടുതലും. ഇപ്പോഴത്തെ കൂടുതൽ പ്രാക്ടീസ് ഓൺ സ്റ്റേജിലാന്നേ ഉള്ളൂ. പുതിയ പാട്ടുകളൊക്കെ ഞങ്ങൾ സ്റ്റേജിലൊക്കെയാണ് ഞങ്ങൾ പരീക്ഷിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. പുതിയ ആൾക്കാരില്ലേ ഇതേപോലെ 2-3 പുതിയ അവരെ ട്രെയിൻ ചെയ്യാനൊന്നും സമയം വേണ്ടേ? നിങ്ങളുടെ അത് കൂടെ വരിക സിങ്കായി ഓട്ടോമാറ്റിക്കലി സിങ്കായി. അതാണ് നമ്മൾ പുതിയ സിംഗേഴ്സിനെ എടുക്കുന്നത് അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? കാരണം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിന്റെ താഴെ കമന്റ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ നന്നായി പാടും, ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്, എന്നെ കൂടി അങ്ങനെ ഒരുപാട് കമന്റ്സ് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് പുതിയൊരാളെ? അതെ, വന്ന് ചേർന്നതാണ്. നമ്മൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, നമുക്ക് വേണ്ട കൈൻഡ് ഓഫ് സിംഗർ അല്ലെങ്കിൽ വേണ്ട കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി മോർ ദാൻ സിംഗർ, നമ്മൾ അതിന് ജെല്ലാവുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മൾ അവരെ ചൂസ് ചെയ്യും. നല്ല ടീം സ്പിരിറ്റ് ആണ്. ഇൻഡിവിജ്വൽ ഇതിനേക്കാളും അത് ആ ഒരു ടീമിനെ. ഇപ്പോൾ ടീം ഇന്ത്യ എന്താ ക്രിക്കറ്റ് കളിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും സച്ചിൻ അല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും കോഹ്ലി അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്പേസിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിനല്ലാണ്ട് ആ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ അത് പാടാനുള്ള കഴിവിലുപരി ആറ്റിറ്റ്യൂഡാണ്. അതൊരു വലിയ ഇപ്പം ഞാൻ വലിയ നന്നായി factor ആണ്. പാടണം എന്ന് വിചാരിക്കുന്നതിൽ വലുതായിട്ട് നമ്മുടെ പരിപാടി വിജയിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ എല്ലാവരും അങ്ങനെ. ഞാൻ നന്നായി പെർഫോം ചെയ്യണമെന്ന് ആരും വിചാരിക്കാറില്ല. പക്ഷെ പരിപാടി ഗംഭീരമായിരിക്കണം എന്നാണ് നമുക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഫീല് കിട്ടണം. നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അന്ന് കോവിഡിന്റെ സമയത്ത് കണ്ടപ്പോൾ പ്രവീൺജി ഉണ്ടായിരുന്നു, യു വേ ദേർ ആൻഡ് ദർ വെർ അതേഴ്സ് ഓൾസോ, നിങ്ങളുടെ ജാമിങ് സെഷൻ. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ദാറ്റ് ബ്രോക്ക് ഐ സപ്പോസ് ബിക്കോസ് ഹി വെന്റ് ടു കാനഡ. അപ്പോൾ എല്ലാവരും പറയണ്ടായിരുന്നു ഇനിയും നന്ദഗോവിന്ദം വിൽ ഗോ ഓൺ എല്ലാവരും. എവിടെ ആണോ അവിടെ പുതിയ പുതിയ ഗ്രൂപ്പ്സ് ഉണ്ടായി. ലൈക്ക് അങ്ങനെ എത്ര ടീംസ് ഉണ്ട് ഇപ്പം? മൂന്ന് ഗ്രൂപ്പ്. ഇവിടെ ഒരെണ്ണം, ദുബായിൽ UAE ഒരെണ്ണം, പിന്നെ ഉള്ളത് കാനഡയിലെ പ്രവീൺ പോയപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന. അവിടെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ലേഡി ഉണ്ട്. അതെ, 2 പേരുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല? ഇവിടെയോ? Will it exclusively be a boys club or will there be? അല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല. നമുക്കിതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് പ്രോഗ്രാമിന് ചെന്നപ്പോഴത്തേനും മോളുടെ പേര് തീർത്ഥ കൂടുതൽ ഞങ്ങൾ കൊടുത്തി പാടി, അഭിരാമി കൂടുതൽ ഞങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ സിംഗേഴ്സ് ഞങ്ങളുടെ അടുത്ത് അതൊരു എക്സ്ക്ലൂസീവായിട്ട് വെക്കുന്നതല്ല. അപ്പം നമ്മളുടേതായിട്ടുള്ള ഗ്രൂപ്പ് അങ്ങനെ ഫോം ചെയ്തത് അങ്ങനെ ആകുന്നു. ഇനി ഇൻ ദ ഫ്യൂച്ചർ മേ ബി ഉണ്ടാകാതിരിക്കാം, പാടില്ലാഴിയൊന്നുമില്ല. നമുക്ക് പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒരുപാട് സ്റ്റേജസ് ചെയ്തിട്ടുണ്ടാവണം. മലയാളികളാണോ മെയിൻ ഓഡിയൻസ്, അതല്ലാതെ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് കൂടി ഉണ്ടോ? നമുക്ക് മെജോറിറ്റി മലയാളി ആയിരിക്കും. അല്ല, മെജോറിറ്റി തീർച്ചയായും മലയാളികൾ തന്നെയാണ്. മലയാളി, തമിഴ്, നമ്മളെ സൗത്തിലുള്ള കുറേ ആൾക്കാരുണ്ട്. അവിടെയുള്ള ആൾക്കാരായിരുന്നു. മലയാളികളായിരുന്നില്ല കൂടുതലും. അവർ വന്ന് ചോദിക്കും, നാഗഭൂഷിതം ചോദിക്കും, അവര് മനോഹരി രാധരാധ ചോദിക്കും. അവര് മലയാളികളല്ല, നോൺ മലയാളീസ്. അവര് ഇപ്പം നമുക്കിപ്പം ശങ്കര എന്നുള്ള പാട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മലയാളികളുടെ പാട്ടുകൾ അവരും അറിയട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിലെ പ്രോഗ്രാം ചെന്നപ്പോഴത്തേനും ഞങ്ങൾ ഹോട്ടലിൽ നിൽക്കുമ്പോഴത്തേനും ഒരു മഹാരാഷ്ട്രീയൻ ഒരു ലേഡി, പുള്ളിക്കാരിയും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഞാനപ്പം ഞങ്ങൾ താഴെ ഇരിക്കുകയാണ്, റിസപ്ഷനിൽ ഇരിക്കുകയാണ്. പുള്ളിക്കാരി എൻ്റെ വന്നിട്ട് ഭജൻ സിംഗറല്ലേ എന്ന് ചോദിച്ചു. മലയാളി കണക്ഷനേ ഇല്ല, അവർ പ്രോപ്പർ മഹാരാഷ്ട്രീയനാണ്. എന്നിട്ട് അവർ വന്നിട്ട് എൻ്റെ അടുത്തൊരു ഫോട്ടോ എടുത്തോടെ എന്ന് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അവർ തുള്ളിച്ചാടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം മലയാളികൾക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ അവർക്കൊക്കെ നമ്മളുടെ പാട്ടുകൾ ഡെയിലി കേൾക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഐ തറവലി എൻജോയ് യുവർ മ്യൂസിക്, അതെനിക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ അതൊരു സംഗീതം ഭാഷകൾക്ക് അതീതമാണെന്നുള്ളത്. ചെല്ലുമ്പോൾ നിങ്ങളിപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് മറ്റ് ഇടങ്ങളിലേക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ പോകുമ്പോഴേക്കും നിങ്ങൾ അവിടുത്തെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കൂടി നിങ്ങളുടെ പാട്ടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടുണ്ട്. ഉണ്ടാവും. അതിൻ്റെ അറ്റംപ്റ്റ്സ് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? തിങ്കിങ് പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭജൻ കണക്റ്റുകൾ ഞങ്ങൾ അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എക്സിക്യൂഷൻ വൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെറിയ ട്രയലൊക്കെ ചെയ്യും നമ്മൾ. പിള്ളങ്കോവിയ, ചെൽവകൃഷ്ണ, അല്ല, പാട്ടുകളുടെ കാര്യമല്ലേ പറയുന്നത്, അവിടുത്തെ ആൾക്കാരെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞങ്ങൾ ജയ്പൂർ പോയപ്പോഴത്തേന് ജയ്പൂരി സിംഗറിൻ്റെ കൂട്ടത്തിൽ പാടിയതുപോലെ മേ ബി ഇൻ ദ ഫ്യൂച്ചർ അങ്ങനെ ആ ഒരു കൾച്ചർ ഞങ്ങളത് നാമദേവ കീർത്തന ഒരു അഭംഗ് അവിടെ വെച്ചിട്ട്. നിങ്ങൾ ഒരു ഇൻ ദ ഫ്യൂച്ചർ പല പല അവന്യൂസിലേക്ക് പോവുകയാണ്, മേ ബി വീഡിയോ പ്രൊഡക്ഷൻ, പല ഫീൽഡിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് നിങ്ങളുടെ ടീമിലേക്ക് ഇപ്പോൾ നോട്ട് എസെൻഷ്യലി ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എന്നുള്ള രീതിയിലല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് വഴി നിങ്ങളിലേക്ക് എത്താൻ? ബെസ്റ്റ് വഴി ഉണ്ണിയെ കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ഓവർഫ്ലോയിങ് റിക്വസ്റ്റ് ഉണ്ടാവില്ല, മാം നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഹൗ ഷുഡ് സമ്മൺ അപ്രോച്ച് യു? അല്ലേ, നമ്മുടെ മാനേജർ ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണിയാണ് യൂഷ്വലി കോൺടാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവർക്ക് എൻക്വയറി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ രാജേഷ് അത് ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ. ഈ 3 വഴിയാണ് ബെസ്റ്റ് വഴി. ഇത് 3ആണ്. അതിൽ ഒരെണ്ണം പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രോഗ്രാംസിന് ഇപ്പോൾ ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര ക്രൗഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പത്മനാഭസ്വാമി ടെമ്പിളിലായാലും കൊച്ചിയിൽ നടന്ന പ്രോഗ്രാംസിന് എല്ലാത്തിനും അങ്ങനത്തെ ഒരു ക്രൗഡ് വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ഓവർവെൽംഡ് ആവാറുണ്ട്, ലൈക്ക് ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ടെൻഷൻ തരാറുണ്ടോ?
പ്രോഗ്രാംസിലില്ല, ഞങ്ങൾക്ക് ഒട്ടും ടെൻഷൻ തരാറില്ല. അപ്പോൾ അത് അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് എന്നോട് പാടാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ വരുമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഈ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേനും അത് ഒരാളിരുന്ന് നമ്മുടെ പ്രോഗ്രാം കാണുമ്പോഴും ഇന്നിപ്പം 10,000 കാണുമ്പോഴും ഞങ്ങൾ ഹാപ്പി ആകാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൗഡ് റെസ്പോൺസ് നമുക്ക് അത് തന്നെ ഓർഗനൈസേഴ്സിന് ടെൻഷൻ ഉണ്ടാവാറുണ്ട് ബിക്കോസ് the criticism part of it has put you in some threat. അപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസിങ് പാർട്ടിൽ ഒരു എസ്പെഷ്യലി അമ്പലപ്പുഴയിലെ മറ്റേ ക്രൗഡ് അന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ആ ഓർഗനൈസേഴ്സ് പറഞ്ഞു. പിന്നെ ആൾക്കാർ വരുന്നതിൻ്റെ അതാണ് ഞങ്ങൾ പെർഫോം ചെയ്യും. നിങ്ങൾക്കൊരു ത്രെഡ് ഫാക്ടർ ഉണ്ടല്ലോ അവിടെ. പോലീസുകാരൊക്കെ ഭയങ്കര ആക്റ്റീവായി ഇപ്പോൾ, എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ക്രൗഡിന് അവർക്കും ഒന്നും പറ്റാതെ നമ്മളെയും സേഫ്റ്റി എല്ലാം ഭയങ്കര പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ. എത്ര ആൾ വന്നാലും അവർക്ക് ആർക്കും ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും സമാധാനത്തോടെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു ഇതാണ്. അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അല്ല, ആ പ്രോഗ്രാംസിന് അത്രയും വന്നാൽ പോലും എറണാകുളത്തപ്പൻ്റെ 1,00,000 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചു 25,000-30,000, പക്ഷേ അതിൻ്റെ കണക്ക് റീസെൻ്റ് വന്നെങ്കിൽ 67,000-70,000 പേര് മറ്റേ കൊല്ലം തൃക്കടവൂർ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ സമാധാനപരമായിട്ട് ഒരു പ്രോഗ്രാം കണ്ടു, എൻജോയ് ചെയ്തു, അവർ തിരിച്ചു പോകുന്നു. അതിലൊക്കെ യൂഷ്വലി നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലെയുള്ള അടിവഴക്കുകളൊന്നും ഞങ്ങൾ ഇന്നേവരെ ഞങ്ങളൊരു പ്രോഗ്രാമിലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഓർഗനൈസേഴ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൃക്കടവൂർ ക്ഷേത്രത്തിൽ അവർ ക്ഷേത്രത്തിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, പിന്നെ അവരൊരു വലിയ പറമ്പിലോട്ട് മാറ്റി 5 ഏക്കറുള്ള അപ്പോൾ ആൾക്കാർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റി, കാണാൻ പറ്റി. ട്രാവൻകൂറിൻ്റെ നാഷണൽ ആന്തം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റവും ഫേമസ് ആക്കിയത് നിങ്ങളാണ്. അതുവരെ ട്രാവൻകൂറിയൻസിന് അറിയില്ലായിരുന്നു. ചിലർക്കൊക്കെ അറിയായിരുന്നു, പക്ഷേ കണ്ടില്ലായിരുന്നു. അത് ഞങ്ങൾ അവിടെ പോയതിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ വിസിറ്റ് ചെയ്തതിനൊക്കെ, റോയൽ ഫാമിലി വിസിറ്റ് ചെയ്തതിനൊക്കെ ഉണ്ടായിരുന്നു, അതിനുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ പാർട്ടായിരുന്നു. ആ പാട്ടൊന്ന് പാടാം. ക്ഷീരം സഞ്ചിതാഭം ജയിക്കേണം ദേവദേവൻ എന്നും ദേഹസൗഖ്യം വളർത്തേണം വഞ്ചിഭൂമി പരേ ക്ഷീരം പോരെ.